ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലും വേറൊരു ഗെയിം തന്നെയല്ല, FC മൊബൈൽ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. മാത്രമല്ല ഗേസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഡിഫറെൻ്റ് ആണ് ഗേസ്. ഇന്നത്തെ സ്പെഷ്യലാണ്. എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാമല്ലോ ഗേസ്. നമ്മുടെ ഇന്നത്തെ റിവഞ്ച് ഡേ ആണ് ഗേസ്. റിവഞ്ച് ഡേ എന്ന് വെച്ചാൽ അന്ന് നമ്മളെ പൊട്ടിച്ചവന്മാരില്ലേ, അവന്മാർക്ക് നമ്മളെ റിവഞ്ച് എടുക്കാൻ പോവാണ്. അന്നേരം അവന്മാർ പൊട്ടിച്ച് നമ്മളെ പെനാൽറ്റി വെച്ചായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ പെനാൽറ്റി വരെ കൊണ്ടുപോയിട്ട് പെനാൽറ്റി വെച്ച് തന്നെ അവന്മാർ പൊട്ടിക്കും ഗൈസ്. നിങ്ങൾ കണ്ടോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നെയിമും ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതാകുമ്പോൾ ഗൈസ് ഞാൻ അടുത്ത വീഡിയോ നിങ്ങളുടെ പേരെന്തായാലും വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഞാനൊന്നും നോക്കുന്നില്ല, അടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് റിവഞ്ച് തീർക്കണ്ടേ ഗൈസ്. ഐക്കോൺ ടീം എ ഗൈസ്, നമ്മുടെ വേറെ ടാസ്ക് ഉണ്ടായിരുന്നു, ഗോളിയെ കൊണ്ട് ഗോൾ കളിപ്പിക്കണമെന്നുള്ളത്. നമുക്ക് ഈ പ്രാവശ്യം നോക്കാം. അതാകുമ്പോൾ രണ്ടെണ്ണം അങ്ങ് ഗൈസ് എടാ പോയി അമ്മരടിച്ചോട്ടെ. ഇതെന്താണ് ബഗ് അടിച്ച? എടാ അവന്മാർ ഗോൾഡൻ ചാൻസാണ് കളഞ്ഞത്. ഗോൾഡൻ ചാൻസാണ്, ഞാൻ പറയല്ല. പിന്നെ റീസ്റ്റാർട്ടാണ്. ഓക്കെ, അവന്മാർ ഗോൾ അടിക്കട്ടെ. ഞാനൊന്നും ആരെയും തടയുന്നില്ല. അവന്മാർ ഗോൾ അടിക്കട്ടെ. അടിച്ചോ. ഓക്കെ, ഞാൻ അവന്മാർക്ക് കൊടുത്തതാണ്. അതൊക്കെ നോ വിഷയമാണ് ഈ സംഭവം. ഇനി നമ്മളങ്ങോട്ട് ശ്രമിച്ചാൽ മതി. ചുമ്മാരെ ഗോൾ അടുപ്പിക്കാൻ സമ്മതിക്കില്ലേ. നമ്മളിങ്ങനെ ചുമ്മാ കളിച്ച് സമയം കളഞ്ഞാൽ മതി. സമയം കളയുന്നതാണ് നല്ലത്. ഇങ്ങനെ സമയം കളഞ്ഞാൽ നമുക്ക് പെനാൽറ്റിയുടെ അങ്ങനെ ഇനിയും ഫുൾ ടൈം ഉണ്ട് ഗൈസ്. ഫുൾ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ടൈമും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു എക്സ്ട്രാ ടൈമുണ്ട്. അത് രണ്ടും കൂടെ കഴിഞ്ഞാലേ നമുക്ക് ഗൈസ് എന്താ പറയുക, നമ്മുടെ ഇത് കിട്ടത്തുള്ളൂ, പെനാൽറ്റി തുടങ്ങത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഇന്ന് എന്തായാലും റിവഞ്ച് ഡേ ആയിരിക്കും. അയ്യോടാ, അവിടെ ഞാൻ ഗോളടിച്ച് 86 ഗൈസ്. ഇപ്പോൾ സമയം അവിടെ ഇപ്പോൾ ഫുൾ ടൈം ആയി തീരത്തില്ലേ ഗൈസ്? അത് വേണ്ട, എനിക്ക് ഇവന്മാരെ അല്ലാതെ തന്നെ വേണം പൊട്ടിക്കാൻ. എടാ ബോളിങ് ഇതാ, ഞാൻ തന്നെ അവന്മാർക്കൊരു ഗോൾ വാങ്ങിച്ചു കൊടുക്കട്ടെ ഗേസ്. എടാ ഈ മണ്ടന്മാരെന്തൊരു കഷ്ടമാണെന്ന് പറ ഗേസ്. ത്രോ ചെയ്ത് ഗേസ്. പാസ്വേഡ് അങ്ങോട്ട് പാസ്വേഡ്. എന്തൊരു കഷ്ടമാണെന്ന് പറയുന്നത്. എടാ ഗായ്സ്, നമുക്കിനി അവന്മാരെ കൂടെ കളിക്കാൻ പറ്റത്തില്ല ഗായ്സ്. ഇത് എന്തൊരു കഷ്ടമാണ്. ഞാൻ പെനാൽറ്റി തീർക്കായിരുന്നു. ഞാൻ ഗോൾ അടിച്ചു പോയതാണ് ഗേസ്. കിട്ടിയ ചാൻസ് കാണുന്നത് നല്ലതല്ലല്ലോ, അതുകൊണ്ടാണ് ഗേസ്. കുഴപ്പമില്ല ഗേസ്, എന്തായാലും നമ്മളവന്മാരെ പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ എന്നാലും ഗേസ് പെനാൽറ്റി പൊട്ടിക്കാനിരിക്കുമായിരുന്നു. ഇനിയും കളിക്കാൻ പറ്റുമോ? ഇല്ലടാ, ഇനിയും പറ്റത്തില്ല. കുഴപ്പമില്ല, നമുക്ക് അടുത്ത മാച്ച് കളിക്കാം. ഗൈസ്, മറ്റേ ടീമിനോടുള്ള റിവഞ്ച് നമുക്ക് ഈ ടീമിനോട് തീർക്കാം. എന്നുവെച്ചാൽ ഇത് നമുക്ക് പെനാൽറ്റി തീർക്കാം ഗൈസ്. ഓ ഗൈസ്, നമുക്ക് 5 ആണ്. ഇത് നമുക്ക് പെനാൽറ്റി തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലേ അവന്മാർ ഗോൾ അടിക്കട്ടെ. 5 അല്ലേ ഗൈസ്? അപ്പോൾ അവന്മാർ ഗോൾ അടിക്കട്ടെ. ഗോൾ അടിച്ചോ. ഡ്രോപ്പ് ബോൾ കൂടെ ബാക്കിലോട്ട് പാസ് കൊടുത്തോ. അടിച്ചോ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഞാൻ പെനാൽറ്റി തീർത്തോളാം മക്കളെ. ഇതൊക്കെ
അങ്ങോട്ട് പാസ് ഇടുക, ബാക്കിലോട്ട് പാസ് എടുത്തോ, ഗോൾ. നമ്മുടെയാണ് ഗൈസ്, കാസസിൻ്റെ ഗോളാണ്. നോ പ്രോബ്ലം ആണ് ഗൈസ്. ഞാനത് ആക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങോട്ടിട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ത്രോയ് ഗൈസ്, നമ്മുടെ ത്രോ ആണ്. ഓക്കെ ബാക്ക് പാസ് ആൻഡ് ഗോൾ. നമ്മുടെ രണ്ടാമത്തെ ഗോളാണ് കാസൽസിൻ്റെ. ഇനി നമ്മളെ പിടിച്ച് നിൽക്കുക. ഗോൾ അടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പിടിച്ച് നിന്നാൽ മതി. എന്നുവെച്ചാൽ അവന്മാരും ഗോളടിക്കല്, നമ്മളും ഗോളടിക്കല്, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ അവന്മാരിപ്പോൾ ഗോളടിച്ച് അവന്മാർ ജയിക്കും കേട്ടോ. നമ്മളാണ് അവന്മാർക്ക് അത്ര അവസരം കൊടുത്തത് ഗൈസ്. ഞാൻ കുഴിച്ച കുഴി ഞാൻ തന്നെ വീണ് ഗൈസ്. ഒരു കാര്യമില്ലാതെ ഞാൻ അവന്മാർക്ക് ചാൻസ് കൊടുത്തു ഗൈസ്. എന്തൊരു കഷ്ടമാണെന്ന് പറയുന്നത് ഗൈസ്. എനിക്ക് വയ്യടാ, ഞാൻ തോറ്റ്. എനിക്കല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്. തോറ്റാലും കുഴപ്പമില്ല, നമുക്ക് റിവഞ്ചായിട്ട് കളിക്കാൻ ബാക്കി. കോർണർ കേക്ക്. ഇനിയിപ്പോൾ സമയം പോകും ഗൈസ്. എടാ എന്തൊരു കഷ്ടമാണെന്ന് ഓർത്തെ ഗൈസ്. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ് നിങ്ങൾ. ഗൈസ് എടാ ഞാൻ തോട്ടാ. അമ്മമാർക്ക് ചാൻസ് കൊടുത്തപ്പോൾ എനിക്ക് ഒന്ന് പണിയായിരുന്നു. എടാ തോറ്റ്. നമ്മൾ ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും നമുക്ക് 84 ഗൈസ്. ഇനി ഇത്ര സമയം കൊണ്ട് എങ്ങനെയാണ് 2 ഗോൾ നമുക്ക് അടിക്കാൻ പറ്റുന്നത്? നിങ്ങൾ പറ. ഇതെന്താണ് അവന്മാർക്ക് പാസ് കൊടുക്കുന്നത്? ഗൈസ് എടാ പോയടാ. ഇന്നത്തെ വീഡിയോ ഭയങ്കര വല്ലാത്തൊരിതായിരുന്നു എടാ. എന്തൊരു കഷ്ടമാണ് ഗൈസ്, നിങ്ങളൊന്ന് ഓർത്തേ. ഫുൾ ടൈം അർജൻറ്റീനയായിട്ടായിരുന്നു നമ്മൾ കളിച്ചത്. എന്നിട്ട് കണ്ടില്ലേ ഗൈസ്. ഇന്നത്തെ വീഡിയോ എത്ര ലോങ് ആയാലും എനിക്ക് പ്രശ്നമില്ല. ബട്ട് ഞാൻ ഇതിന് റിവെഞ്ച് എടുത്തിട്ട് ഞാൻ പോകത്തുള്ളൂ ഗൈസ്. അവന്മാരനെ 5-2 പൊട്ടിച്ചു. ഞാൻ വലിയ കാര്യത്തിൽ അവന്മാർക്ക് ചാൻസ് കൊടുത്തിട്ട് പെനാൽറ്റി തീർക്കാമെന്ന് വിചാരിച്ച് കാസിൽസ്, അതായത് നമ്മുടെ ഗോളിൽ നമ്മൾ തന്നെ 2 ഗോൾ അവന്മാർക്ക് വാങ്ങിച്ചു കൊടുത്തു. 3ാമത്തെ ഗോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് അവന്മാർക്ക് വേണമെങ്കിൽ അവന്മാരെ നമുക്ക് തട്ടിക്കളയായിരുന്നു. ഞാനത് ചെയ്തില്ല. ക്ഷമയ്ക്കൊരതിലുണ്ട്. കാണിച്ചു തരടാ, നിനക്കൊക്കെ കാണിച്ചു തരടാ. നിനക്കൊക്കെ അഹങ്കാരമില്ലയോ? അഹങ്കാരം ഗൈസ്. ഈ ഗെയിം ഞാനാണ് ജയിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ഉറപ്പായിട്ടും 10K ലൈക്സ് തരണം. ഓക്കെ നല്ല പിന്നെ കള്ളം ഗൈസ്. ഞങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ തീയാണ് ഗൈസ്. തീയാണ്. ഗൈസ് നമ്മുടെ ടീമിലുള്ള ഒരാളെ നമ്മൾ ടാക്കിൾ ചെയ്തിട്ട് അയ്യോ ഞാൻ അറിയാൻ ഷൂട്ട് കൊടുത്തു ഗൈസ്. തുടങ്ങിക്കോടാ പോടാ. അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ അവനെ വീഴ്ത്തിയിട്ട് ബോൾ വാങ്ങിച്ചോണ്ടോ. അതൊക്കെ നമ്മുടെ ടാക്ടിക്കൽ മൂവ്മെൻറ്റ്സ് ആണ് ഗൈസ്. ഇനി വളച്ച് കൊണ്ടുവന്നിട്ട് ഒറ്റടി.
അവന്മാർ നമ്മൾ നേരത്തെ എത്രയായിരുന്നു ഓടിച്ച അവന്മാർ 5-7. നമ്മളിപ്പോൾ അവന്മാരെ 7-2 ഓടിച്ചു. ഗൈസ് മെസ്സി ഡീപ്പായോലോ ഗൈസ്. ഇതിനകത്ത് ലയണൽ മെസ്സി ഉണ്ട്, ഡീപ്പായോണ്ട് ഗൈസ്. അയ്യോ ഞാനത് നോക്കില്ല ഗൈസ്. ഇമാരുടെ ടീമിൽ ആരൊക്കെ ഉണ്ടെന്ന് കണ്ടോ ഗൈസ്? ഗൈസ് കണ്ട മെസ്സിയൊക്കെ ഉണ്ട്. നമ്മുടെ ലയണൽ മെസ്സി, ആൽവീരസ്. എടാ ഞാൻ ആന്ന് നോക്കില്ല കേട്ടോ ഗൈസ്. അപ്പം നമ്മളെ അർജൻറ്റീനയാണ് ഗൈസ് പൊട്ടിച്ചത്, അതായത് മെസ്സി. ബട്ട് ഗൈസ് റൊണാൾഡോ, ഇത് റിയൽ മാഡ്രിഡാണ്. അയ്യോ ഞാൻ ഗോൾ അടിക്കാൻ വന്നതാണ്, മിസ്സായിപ്പോയി. എടാ എന്നാ പഠിച്ചോ. അയ്യോ അറ്റാക്ക് പോയി. ഗുള്ളറോ അതാരായിരുന്നു ഗൈസ് ഗോൾ അടിച്ചത്? ഞാൻ നോക്കിയില്ല ഗൈസ്. ഗുള്ളർ അർജൻറ്റീന അല്ലല്ലോ. എടി ഉമ്മ എന്തിനാ അങ്ങോട്ട് പാസ് കൊടുക്കുന്നത്? ആരാ പറഞ്ഞ അങ്ങോട്ട് പാസ് കൊടുക്കാൻ? വീഴ്ത്ത് ഗൈസ്, ഇവനെ വീഴ്ത്തണം, ഇവനെയും വീഴ്ത്തണം. ഗൈസ് ഡീപ്പായോൾ നിങ്ങൾക്ക് അറിയാലോ പുള്ളിക്കാരൻ്റെ കളി. പെനാൽറ്റി ആയിരിക്കും നമ്മുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഗൈസ്. ഇല്ല അമ്മയുടെ ഭാഗത്തു നിന്നാണ്, അതുകൊണ്ട് അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. ഞാനത് 8-3 സത്യത്തിൽ തീർക്കാനിരിക്കുമായിരുന്നു, പക്ഷേ 7-3 ഉണ്ടായി ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു ബാഡസ്റ്റ് വീഡിയോ ഇൻ ദ വേൾഡ്. ഇന്നൊരു നല്ല വീഡിയോ അല്ലായിരുന്നു ഗൈസ്, ഒരു പന്ന വീഡിയോ ആയിരുന്നു ഗൈസ്. എന്തായാലും നമ്മുടെ 2 വട്ടം ടീമിൻ്റെ അടുത്ത് തോറ്റുപോയി ഗൈസ്. ഇന്നൊരു ബാഡ് ഡേ ആയിരുന്നു ഗൈസ്, ബാഡ് ഡേ. എനിക്കൊന്നും പറയാൻ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ.